ഹൈ റിസ്ക് ജോബാണ്. സൗമ്യയുടെ അഭിപ്രായത്തിൽ എന്താണ് ഇപ്പോഴത്തെ ട്രക്കിംഗ് ഇൻഡസ്ട്രി ജോലികളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാ എക്കണോമി എല്ലാ ഫീൽഡിലും ഡൗൺ ആയിരിക്കുന്ന പോലെ തന്നെ ട്രക്കിങ്ങിനെയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ KTCയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് എംപ്ലോയീസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം എംപ്ലോയേഴ്സും ഉണ്ട്. നമുക്ക് ട്രക്കിംഗ് കമ്പനി ഓണേഴ്സ് നമുക്ക് ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ KTC കൊണ്ടാവുന്ന രീതിയിൽ ജോലികൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എക്കണോമി കംപ്ലീറ്റ് ഡൗൺ ആയിരിക്കുന്നത് പോലെ തന്നെ അത് നമ്മുടെ ട്രക്കിംഗ് മേഖലയും അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നാടിന്റെ ഏറ്റവും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ആണ്. അവർ എത്തിക്കുന്ന പ്രൊഡക്ട്സും അവർ മൂവ് ചെയ്യുന്ന ആ ലോജിസ്റ്റിക്സും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ അഫക്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് അഫക്ട് ചെയ്യുന്നത് ട്രക്കിങ്ങിനെ ആയതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കും. പുതിയ ആളുകളൊക്കെ ഇപ്പോൾ ട്രക്കിങ്ങിലോട്ട് കടന്നു വരുന്നുണ്ടോ? ട്രക്കിംഗ് ഇന്നും എല്ലാവർക്കും ഒരു ഇച്ചിരി ക്യൂരിയോസിറ്റി കൂടിയ ഒരു ഫീൽഡാണ്. സോ അതിനകത്തേക്ക് കടന്നു വരുന്ന ഫ്ലോയ്ക്ക് ഒരിക്കലും ഒരു കുറവില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴും വരുന്നുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും.